ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ബിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവാണ് സഭയിൽ അവതരിപ്പിച്ചത്. മുസ്ലിം വിഭാഗത്തിന്റെ മതവിശ്വാസം സംബന്ധിച്ചതല്ല ഈ ബില്ലെന്നും വഖഫ് സ്വത്തുവകകളുമായി ബന്ധപ്പെട്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി. വഖഫ് ബോർഡുകൾ മതേതരമാക്കുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ശ്രീ കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെയാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. ന്യൂനപക്ഷത്തിനെതിരെ നടത്തുന്ന നീക്കമാണിതെന്ന് കോൺഗ്രസ് എം പി കെ സി വേണുഗോപാൽ വിമർശിച്ചു. വഖഫ് ഭേദഗതി ബിൽ മതേതര കക്ഷികൾക്ക് അംഗീകരിക്കാനാവില്ലെന്നും ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. ബില്ല് സഭയിൽ പാസായാൽ ഇതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തായ്ലൻഡിലേക്ക് പുറപ്പെടും. 2 ദിവസം നീളുന്ന സന്ദർശനത്തിനിടെ തായ്ലൻഡ് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. നിരവധി കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി രാജ്യത്ത് 728 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. ഏകദേശം 3.5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടും. കുറഞ്ഞത് 20,000 ഗോത്രവർഗ ജനങ്ങളുള്ള ഓരോ ബ്ലോക്കിലും ഒരു ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൊല്ലം തീരദേശ ആഴക്കടലിൽ മണലിലുള്ള റയർ എർത്ത് മിനറലുകളെ സംബന്ധിച്ചും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളെ സംബന്ധിച്ചും അറ്റോമിക് എനർജി വകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ ചോദ്യത്തിന് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അനബോളിക് സ്റ്റിറോയിഡുകൾ ഉൾപ്പെടെയുള്ള അനധികൃതമായ മരുന്നുകളുടെ ഓൺലൈൻ വഴിയുള്ള വിപണനം തടയാനാവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയോട് അഭ്യർത്ഥിച്ച് മന്ത്രി വീണ ജോർജ്. കത്തിലൂടെയും നേരിട്ടുമാണ് മന്ത്രി ആവശ്യമുന്നയിച്ചത്. അനധികൃത മരുന്നുകൾക്കെതിരെ കേരളം വലിയ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഏതു മരുന്നും ഓൺലൈനായി വാങ്ങാവുന്ന അവസ്ഥ തടയണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മൂലം വിവിധ ജില്ലകളിൽ കന്നുകാലികളുടെ മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഉരുക്കൾ നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിലെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. ക്ഷീരകർഷകർക്ക് താപനില സംബന്ധിച്ച മുന്നറിയിപ്പുകൾ SMS-ലൂടെ അറിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. വാളയാർ കേസിൽ ഇരയായ കുട്ടികളുടെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി. CBI വിചാരണ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഹർജി തീർപ്പാക്കും വരെ ഇരുവർക്കും എതിരെ നടപടി പാടില്ലെന്നും കേസിൽ വേനലവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കി. സിനിമാ രംഗം കൂടുതൽ സുരക്ഷിതമാക്കാൻ സ്ത്രീകളുടെ തൊഴിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടതെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞ മേഖലകളിൽ അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിവരികയാണെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. വനിതകൾക്ക് സിനിമാ സാങ്കേതിക രംഗത്ത് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ 2ാം ഘട്ടമായ പ്രായോഗിക പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങളിലെ മികവിന് ദേശീയ പുരസ്കാരം സ്വന്തമാക്കി കേരളം. ഇക്കഴിഞ്ഞ ഡിസംബർ 7 മുതൽ മാർച്ച് 7 വരെ നടന്ന 100 ദിന കർമ്മ പരിപാടിയിൽ പരമാവധി നാറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള പുരസ്കാരമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്ര ആരോഗ്യമന്ത്രി അഭിനന്ദിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ നാളെ വീണ്ടും ചർച്ച നടത്തും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വൈകുന്നേരം 3 മണിക്കാണ് ചർച്ച. തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറി വിപണിയിലെത്തി. 12 കോടി രൂപയാണ് 1ാം സമ്മാനമായി നിശ്ചയിച്ചിട്ടുള്ളത്. 2ാം സമ്മാനം 1 കോടി രൂപ വീതം 6 സീരീസുകളിൽ നൽകും. മെയ് 28 ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS തർക്കാഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദൌത്യത്തിൽ പശ്ചിമ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് 2500 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. സംശയാസ്പദമായി കണ്ടെത്തിയ കപ്പലുകൾ മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇക്കൂട്ടത്തിലെ ഒരു കപ്പലിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയത്. നാളെ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ ആരംഭിക്കുന്ന ISSF വേൾഡ് കപ്പിൽ 43 അംഗ ഇന്ത്യൻ ഷൂട്ടിംഗ് സംഘത്തെ മനു ഭാക്കർ നയിക്കും. 45 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം ഷൂട്ടർമാർ ലോകകപ്പിൽ പങ്കെടുക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് കുടിശ്ശിക ഒടുക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 30 വരെ ദീർഘിപ്പിച്ചു. ഓൺലൈൻ, ഫ്രണ്ട് സേവന കേന്ദ്രം, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ചുകൾ എന്നിവ മുഖേന കുടിശ്ശിക അടയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.